കുട്ടികളെ, ഹിന്ദി സ്റ്റഡി സർക്കിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ജിസ് ഗലി മേ മേ രഹ്താ ഹൂം എന്ന ഡയറിയാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഡയറി കിസ്കി ഹെ? ഈ ഡയറി ആരുടെയാണ്? മിർസ ഗാലിബ് സാഹിബ് ക. ജിസ് ഗലി മേ മേ രഹ്താ ഹൂം, ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്. പേജ് നമ്പർ 35 നോക്കൂ. മിർസ അസദ് ഉല്ല ബേഗം ഖാൻ ഗാലിബ് എന്ന അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേരായിരുന്നു. 1796 27 ഡിസംബറിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഉറുദു അതുപോലെ തന്നെ ഫാർസിയിലും അദ്ദേഹം മഹാനായ കവിയായിരുന്നു. ഉറുദുവിലും ഫാർസിയിലും അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ മുഗൾ രാജാവായ ബഹദൂർ ഷാ ജാഫർ കെ ദർബാറി കവിയായിരുന്നു. സദസ്സിലെ കവിയായിരുന്നു അദ്ദേഹം. 1869 15 ഫെബ്രുവരി ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം എഴുതിയ ഡയറിയുടെ പേരാണ് ദസ്തംബു. അതിലെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. सन 1857 में भारत की पहली जनक्रांति हुई. 1857 ഭാരതത്തിലെ ആദ്യത്തെ സമരം ഉണ്ടായി. हमारे निर्दोष व्यक्तियों को आजादी की इस लड़ाई में अंग्रेजों ने मार डाला. ആയിരക്കണക്കിന് നിർദോഷികളായിട്ടുള്ള വ്യക്തികളെ ഇംഗ്ലീഷുകാര് ഈ യുദ്ധത്തിൽ കൊന്നൊടുക്കി. ഗാലിബ് ഉൻ ദിനോൻ ദില്ലി മേ ഥേ. ഗാലിബ് സാഹിബ് ആ ദിവസങ്ങളിൽ ഡൽഹിയിലുണ്ടായിരുന്നു. അംഗ്രേസോ കെ അത്യാചാരോ കോ ഖുദ് ഉനോനെ ദേഖ. ഇംഗ്ലീഷുകാരുടെ ഈ അത്യാചാരോ കോ, ആക്രമണങ്ങളെ അദ്ദേഹം ഖുദ് സ്വയം തന്നെ അദ്ദേഹം കാണുകയുണ്ടായി. തബ് ഉനോനെ ഏക് ഡയറി ലിഖി തി ദസ്തംബു. അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു ഡയറിയാണ് ദസ്തംബു. ദസ്തംബു മേ ഗാലിബ് ने 1857 में दिल्ली का हाल लिखा है. ആ ദസ്തംബുവിൽ അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം 1857 ഡൽഹിയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. इसमें साधारण आदमी की मुसीबत और भूख तथा प्यास से तड़पते लोगों का भी जिक्र है. ഇതിൽ സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങളും മുസീബത്ത് और भूख വിശപ്പും അതുപോലെ തന്നെ പ്യാസ് ദാഹവും ഒക്കെ തടപ്തേ ലോകവും കാപ്പി, അങ്ങനെ അത് വിശപ്പും ദാഹവും കൊണ്ടൊക്കെ പിടയുന്ന ജനങ്ങളുടെ ജിക്ർ കിയാ ഹെ, വർണ്ണനയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ പാഠഭാഗം ദസ്തംബു സേ ലിയാ ഗയാ ഹെ. ഈ പാഠഭാഗം ദസ്തംബുവിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഉറുദുവിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ കൈലാഷ് നാരദാണ്. ദേഖിയെ അബ് പാഠ് കി ഓർ. ഇനി പാഠഭാഗത്തേക്ക് ശ്രദ്ധിക്കൂ. ജിസ് ഗലി മേ മേ രഹ്താ ഹൂം, ഏത് തെരുവിലാണ് ഞാൻ താമസിക്കുന്നത്. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. ഇംഗ്ലീഷുകാരെ ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ സാധാരണ ജനങ്ങളെ, പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ മാർന ശുരു കർ ദിയ, കൊല്ലാൻ ആരംഭിച്ചു. ഉനോനെ ഗരീബോं के घर भी जला दिए. അവര് ഗരീബോं के, പാവങ്ങളുടെ ഘർ ബി ജലാ ദിയെ, വീടുകളും ജലാ ദിയെ, കത്തിച്ചു. ഗോരോं के डर से, വെള്ളക്കാരുടെ ഡർ സേ, ഭയം കൊണ്ട്, ദില്ലി വാലോं में भगदड़ मच गई. ഡൽഹി വാസികളില് ഭഗ്ദഡ് മച്ച് ഗയി. ഭഗ്ദഡ് മച്ന എന്ന് പറഞ്ഞാല് പരിഭ്രമം ഉണ്ടാകും. പരിഭ്രമം ഉണ്ടായി. അവർ ഓടാൻ തുടങ്ങി. വെള്ളക്കാരുടെ ഭയം കൊണ്ട്, അവർ ഈ കൊന്നൊടുക്കൽ കാരണം
ഡൽഹി വാസിയിലുള്ളവരൊക്കെ ആകെ പരിഭ്രമിച്ച് ഓടാൻ തുടങ്ങി. അപ്നി അപ്നി ജാൻ ബച്ചാക്കർ വേ ഭാഗ് നിക്ലെ. അപ്നി അപ്നി ജാൻ ബച്ചാക്കർ, അവനവന്റെ ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വേ ഭാഗ് നിക്കലെ, അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു, ഓടിപ്പോയി. ജിസ് ഗലി മേ മേ രഹതാ ഹൂം, ഏതൊരു തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, ഉസ്മേ സിർഫ് 10-12 ഘർ थे. അവിടെയാണെങ്കിൽ ആ തെരുവില് കേവലം 10-12 ഘർ थे, 10-12 വീടാണ് ഉണ്ടായിരുന്നത്. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത ഥാ, തെരുവില് പ്രവേശിക്കാൻ സിർഫ് കേവലം ഏക് ഹി രാസ്ത ഥാ, ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വഹാ കോയി കുവാ നഹീ ഥാ, അവിടെ ഒരു കിണറും ഉണ്ടായിരുന്നില്ല. ജോ ലോഗ് ഭാഗ് നഹീ പായേ, ഏതാളുകൾക്കാണോ ഭാഗ് നഹീ പായേ, ഓടാൻ കഴിയാതിരുന്നത്, ഒരു സബ്നെ മിൽക്കർ, അവരെല്ലാവരും കൂടിയിട്ട് ഗലി കാ ദർവാസ ഭീതർ സേ ബന്ദ് കർ ദിയ, ആ തെരുവിന്റെ ദർവാസ, വാതില് ഭീതർ സേ ബന്ദ് കർ ദിയ, ഉള്ളിൽ നിന്നോട്ട് അടച്ചു. और वहां पत्थर रख दिए, എന്നിട്ട് അവിടെ പത്ഥർ രഖ് ദിയെ, കല്ലങ്ങോട്ട് വെച്ചു. ആ തെരുവിന്റെ വലിയ കവാടം അടച്ചിട്ട് അവിടെ വലിയൊരു പറക്കല്ലും കൊണ്ടുപോയി വെച്ചു. മറ്റുള്ളവരൊക്കെ ഓടിപ്പോകാൻ കഴിയാത്തവരാണ് ഇങ്ങനെ ചെയ്തത്. ഘരോ മേ ഖാനെ പീനെ കാ ജിത്നാ സാമാൻ ഥാ, വീടുകളിൽ ഖാനെ പീനെ കാ, കഴിക്കാനും കുടിക്കാനുമുള്ള ജിത്നാ സാമാൻ ഥാ, എത്രമാത്രം സാധനങ്ങളായിരുന്നോ ഉണ്ടായിരുന്നത്. ധീരെ ധീരെ ഖത്മ ഹോനെ ലഗെ, പതുക്കെ പതുക്കെ ഖത്മ ഹോനെ ലഗെ, അവസാനിക്കാൻ തുടങ്ങി, തീരാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് തി, വെള്ളത്തിനാണെങ്കിലോ ബഡി ദിക്കത്ത്, വളരെ പ്രയാസം ഉണ്ടായിരുന്നു, ദിക്കത്ത്. ലോക് ബഡി സാവധാനി സെ, ആളുകള് ബഡി സാവധാനി സെ, വളരെ ശ്രദ്ധയോടെ, സാവധാനി സെ ശ്രദ്ധയോടെ, ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ, ആഹിസ്ത ആഹിസ്ത പതുക്കെ പതുക്കെ, ഉസ് പാനി കോ, ആ വെള്ളം, പീ രഹേ ഥേ കുടിക്കായിരുന്നു. അവരടുത്തുണ്ടായിരുന്ന വെള്ളം അവർ പതുക്കെ പതുക്കെ കുറേശ്ശെ ആയിട്ടാണ് കുടിച്ചിരുന്നത്. ലേക്കിൻ ആഖിർക്കാർ വേ ഖഡേ ഭി ഖാലി ഹോ ഗയേ, പക്ഷെ അവസാനം ആഖിർക്കാർ, അവസാനം വേ ഖഡേ ഭി, ആ കുടങ്ങളും ഖത്മ ഹോ ഗയേ, ഖാലി ഹോ ഗയേ, തീർന്നു, ഒഴിഞ്ഞു. അപ്പോ ആളുകൾ വെള്ളം കുടിച്ചിട്ട് ആ കുടമൊക്കെ ഒഴിഞ്ഞു. ऐसे में गली में रहने वाले, ഇപ്രകാരത്തില് ആ തെരുവില് താമസിച്ചിരുന്നവര് 2 दिन, 2 പകലും, और 2 रात, 2 രാത്രിയും വരെ, തക് ഭൂക്കെ പ്യാസെ സമയ കാട്ടേ രഹേ, വിശന്നും ദാഹിച്ചും സമയ കാട്ടേ രഹേ, സമയം ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടേയിരുന്നു. 2 പകലും 2 രാത്രിയും വിശപ്പും ദാഹവും സഹിച്ച് ആ തെരുവിൽ തന്നെ, അവരുടെ വീടുകളിൽ തന്നെ തങ്ങി നിന്നു, വേറെ നിവൃത്തിയില്ല. ലേക്കിൻ, പക്ഷേ ജബ് പ്യാസ് ബർദാശ്ത് നഹീ ഹുയി, പക്ഷെ എപ്പോഴാണോ പ്യാസ്, ദാഹം, ബർദാശ്ത് നഹീ ഹുയി, സഹിക്കാൻ കഴിയാതിരുന്നത്, അപ്പൊ നന്നായിട്ട് ദാഹിച്ചപ്പോ എന്ത് ചെയ്തു, तो परेशान लोगों ने, ആ പരേശാൻ ലോകോനെ, ആ ബുദ്ധിമുട്ടിയ പ്രയാസപ്പെട്ട ആ ആളുകള് ഗലി കാ ദർവാസ ഖോൽ ദിയ, ആ തെരുവിന്റെ വാതില് ഖോൽ ദിയ, തുറന്നു. അവരെ കല്ല് വെച്ച് അടച്ച ആ വാതില് അവരങ്ങോട്ട് തുറന്നു. വേ പാനി കി തലാഷ് മേ, അവര് വെള്ളം, തലാഷ് മേ അന്വേഷിച്ചുകൊണ്ട്, ബർത്തൻ ലേക്കർ നിക്കൽപ്പടെ, പാത്രം എടുത്തിട്ട് നിക്കൽപ്പടെ പുറപ്പെട്ടു, വെള്ളത്തിന് വേണ്ടി അവര് പുറപ്പെട്ടു. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക് കഹീ നഹീ ഥാ, പക്ഷെ വെള്ളാണെങ്കിലോ ഒരുപാട് ദൂരം വരെ, കഹീ നഹീ ഥാ, എവിടെ ഉണ്ടായിരുന്നില്ല. ഷോല ബാരൂദ് ബനാനെ കെ കാം മേ ആതാ ഹെ, ഈ വെള്ളം അവിടെ സമീപത്ത് കിട്ടുന്നത് എങ്ങനത്തെയാണ് അറിയോ, ഷോല ബാരൂദ് കെ, ഷോല ബാരൂദ് എന്ന് പറഞ്ഞാൽ വെടിമരുന്ന് ഉണ്ടാക്കാനുള്ള കാം മേ ആതാ ഹെ, അതിന്റെ ആവശ്യത്തിന് വരുന്നുണ്ട് വെള്ളം. ഉസി ഷോരേക്കാ പാനി, ആ വെടിമരുന്നിന്റെ വെള്ളം, ജബ് ആസ്പാസ് മിലാത്തോ, അടുത്ത് കിട്ടിയപ്പോ, ആ വെടിമരുന്ന് ഉണ്ടാക്കുന്ന ആ വെള്ളം അടുത്ത് കിട്ടിയപ്പോ, ഗലി വാലെ ഉസ് പാനി കോ ഘരോ മേ ലേ ആയേ, ആ തെരുവിൽ
താമസിച്ചിരുന്ന ആളുകള് ഉസ് പാനിക്കോ ആ വെള്ളത്തെ ഘരോമേലയായ വീടുകളിലേക്ക് കൊണ്ടുവന്നു. ആ വെടിമരുന്നുണ്ടാക്കുന്ന കലർന്നിട്ടുള്ള ആ വെള്ളം അവർ വീടുകളിലേക്ക് കൊണ്ടുവന്നു. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. അപ്രകാരം ജഹരീലെ പാനിക്കോ ആ വിഷാംശം കലർന്ന ആ വെള്ളം, ഉനോനെ പീക്കർ ഹി കുടിച്ചിട്ട് തന്നെ ഉനോനെ പ്യാസ് ബുझായി അവരവരുടെ ദാഹം അണച്ചത്, ശമിപ്പിച്ചത്. അങ്ങനെ അവരാ വെള്ളം കുടിച്ചു. വോ പാനി ഇത്നാ കടുവ, ആ വെള്ളം ഇത്രമാത്രം കടുവ, കയ്പുള്ളതും ഓർ ബദ്ബൂദാർ ഥാ, അതുപോലെ തന്നെ ബദ്ബൂദാർ ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. കി ലഗ തോന്നിപ്പോകും, ജൈസെ പാനി നെഹി അതൊരു വെള്ളമല്ല, മോത് പീ രഹേ ഹോ മരണമാണ് കുടിക്കുന്നത്. ആ കുടിക്കുന്ന വെള്ളം വെള്ളമല്ല, തന്റെ മരണമാണ് കുടിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവർക്ക് എന്താണ് അത്രയും വിഷാണ് ഉള്ളിലേക്ക് പോകുന്നത് അവർക്ക് അറിയാം. കാരണം അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് അവർ ആ വെള്ളം കുടിച്ചിറക്കിയത്. അത് അത്രമാത്രം കയ്പും അത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന വെള്ളവുമായിരുന്നു, വിഷം നിറഞ്ഞ വെള്ളവുമായിരുന്നു. ഏക് ദിൻ ബർസാത്ത് ഹുയി, അങ്ങനെ ഒരു ദിവസം ബർസാത്ത് ഹുയി, മഴ പെയ്തു. ഖൂബ് പാനി ബർസ, ഒരുപാടധികം പാനി ബർസ വെള്ളം വർഷിച്ചു, മഴ പെയ്തു. ഹംനെ ഏക് ചാദർ ബാന്ധിലി, ഞങ്ങൾ എന്ത് ചെയ്തു, ഏക് ചാദർ ബാന്ധിലി ഒരു വിരിപ്പ് അങ്ങോട്ട് ബാന്ധിലി കെട്ടി. और एक मटका उसके नीचे रख दिया. പിന്നെയോ एक मटका ഒരു മൺകുടം उसके नीचे रख दिया അതിന്റെ താഴെ വെച്ചു. അപ്പൊ വിരിപ്പ് കെട്ടിയിട്ട് 4 ഭാഗത്തും കയറി വെച്ച് വലിയ വിരിപ്പ് കെട്ടി അതിന്റെ ചുവട്ടില് മട്ക വെച്ചു, മൺകുടം വെച്ചു. वो पानी ही उस वक्त, ആ വെള്ളമായിരുന്നു ആ സമയത്ത് ഹമാരെ ലിയെ ഞങ്ങൾക്ക് വേണ്ടി സബ്സെ ബഡി ദൗലത് ഹി ഏറ്റവും വലിയ സമ്പാദ്യം. അതായത് ഞങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും വലിയ ഞങ്ങളുടെ സമ്പത്ത് അത് തന്നെയായിരുന്നു, ആ വെള്ളമായിരുന്നു. അസ്ലി മുസീബത്ത് 5 അക്ടോബർ 1857 को आई. ശരിക്കുള്ള പ്രയാസം, ബുദ്ധിമുട്ട്, മുസീബത്ത് ഒക്ടോബർ 5 1857 ഉണ്ടായത്. ജബ് കുछ अंग्रेज मेरे घर में घुसाए, എപ്പോഴാണോ കുछ अंग्रेज കുറച്ച് ഇംഗ്ലീഷുകാരെ മേരെ ഘർ മേ ഗുസായെ എന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു, കടന്നു. ഉന്होंने मेरे साथ, അവരെ മേരെ സാത്ത് എന്റെ കൂടെ, മേരെ ദോനോ ബച്ചോ എന്റെ 2 കുട്ടികളെയും, और नौकरों के साथ ही വേലക്കാരുടെയും കൂടെ, കുछ പടോസിയോ കോ ഭി ഗിരഫ്താർ കർ ലിയ കുറച്ച് പടോസി നൈബേഴ്സ് അയൽക്കാരെയും കൂടി ഗിരഫ്താർ കർ ലിയ അറസ്റ്റ് ചെയ്തു. അപ്പൊ എന്നെയും എന്റെ 2 മക്കളെയും അതുപോലെ തന്നെ എന്റെ വേലക്കാരെയും അതുപോലെ എന്റെ അയൽക്കാരെയും അവര് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. വഹാസെ ദൂരി പർ, അവിടെ നിന്ന് കുറച്ചകലെയായിട്ട് കുറച്ച് ദൂരത്തായിട്ട് കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ ഥാ, കേണൽ ബ്രൗൺ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. ഗിരഫ്താർ കിയേ ഗയേ ലോഗ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ एक एक उसके सामने पेश किए जा रहे थे. ഓരോരുത്തരായിട്ട് उसके सामने അദ്ദേഹത്തിന്റെ മുന്നിൽ, ഈ കേണൽ ബ്രൗണിന്റെ മുന്നിൽ പേഷ് കിയേ ജാ രഹേ थे ഹാജരാക്കുകയായിരുന്നു, പ്രസന്റ് ചെയ്യായിരുന്നു. ബ്രൗൺ കാ ചെഹ്റ സുർക്ക് ഥാ, ആ ബ്രൗണിന്റെ മുഖം സുർക്ക് ഥാ ചുവന്നതായിരുന്നു. ആഖേ ഭി ലാൽ ലാൽ ഥി, കണ്ണുകളും ലാൽ ലാൽ ഥി ചുവന്നതായിരുന്നു. ഉസ്കി ഊഞ്ചായി, അദ്ദേഹത്തിന്റെ ഈ കേണൽ ബ്രൗണിന്റെ ഊഞ്ചായി ഉയരം, ഹൈറ്റ് 6 ഫുട്ട് സെ ഭി ജ്യാദാ ഥി, 6 ഫുട്ട് സെ 6 അടിയേക്കാളും ജ്യാദാ ഥി കൂടുതലായിരുന്നു. ഉസ്നെ മുസ്സെ പൂഛ, അദ്ദേഹം എന്നോട് ചോദിച്ചു, ആപ് ക്യാ കർത്തെ ഹെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? मैंने कहा, അപ്പൊ ഞാൻ പറഞ്ഞു, ഉറുദുമേ കവിത ലിഖ്താ ഹൂം, ഉറുദുവില് കവിത എഴുതാണ്. तो तुम पोएट हो, उसने कहा, അയാൾ പറയണേ, तो तुम पोएट हो, അപ്പൊ നിങ്ങളൊരു കവിയാണല്ലേ. मैंने सिर हिलाकर हामी बनी, हाँ ഞാന് സിർ ഹിലാക്കർ
തല ആട്ടിയിട്ട് ഹാമി ബരി, സമ്മതിച്ചു, അതെ, ഹാ അതെ എന്ന് ഞാൻ തലാട്ടിക്കൊണ്ട് പറഞ്ഞു. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി, എന്റെ മറുപടിയില് ബ്രൗണിന് ഖുഷി ഹുയി, വളരെ സന്തോഷം ഉണ്ടായി. ഉസ്നെ അപ്നെ സിപ്പാഹിയോ കോ ഹുകും ദിയ, അയാള് അപ്നെ സിപ്പാഹിയോ കോ, തന്റെ സിപ്പാഹികളോട്, സൈനികരോട്, ഹുകും ദിയ, ആജ്ഞാപിച്ചു. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപസ് ചോടാവൂ, ഇവരെയൊക്കെ ഇസ്സത്ത് കെ സാത്ത്, ആദരവോടുകൂടെ, ഘർ വാപസ് ചോടാവൂ, വീട്ടിലേക്ക് കൊണ്ടുപോയി വിടൂ, അവരെ കൊണ്ടുപോയി ആക്കൂ, ആദരവോടുകൂടി കൊണ്ടുപോയി ആക്കൂ എന്ന് അദ്ദേഹം തന്റെ സൈനികരോട് ആജ്ഞാപിച്ചു. മേനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയാക്കി, ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ, അപേക്ഷിച്ചു, മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ, എന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പടോസി, അയൽക്കാരും, ബേഹദ് സീതെ സാദേ ലോഗ് ഹെ, തികച്ചും നല്ലവരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളാണ് എന്ന്. ഉനെ ഭി റിഹാ കർ ദിയാ ജായ്, അവരെയും റിഹാ കർ ദിയാ ജായ്, മോചിപ്പിച്ചാലും, അവരെ കൂടി ഒന്ന് മോചിപ്പിക്കണമെന്ന് അദ്ദേഹം അവരോട്, കേണൽ ബ്രൗണിനോട് അപേക്ഷിച്ചു. യേ ലോഗ് ഭി കവിത കർത്തേ ഹെ, मैंने कहा, ഈ ആളുകളൊക്കെ കവിത എഴുതുന്നുണ്ട്, ഞാൻ പറഞ്ഞു. കേണലിനെ ഉൻകോ ഭി ഘർ ജാനെ കി ഇജാസത്ത് ദേ ദി, കേണല് അവരെയും, ഉൻകോ ഭി അയൽക്കാരെയും, എന്റെ അയൽക്കാരെയും, ഘർ ജാനെ കി ഇജാസത്ത് ദേ ദി, വീട്ടിലേക്ക് പോകാനുള്ള ഇജാസത്ത്, അനുവാദം നൽകി. ഇസ് തരഹ കവിത കെ കാരൺ, ഈ തരത്തില് കവിത കാരണം, ഉസ് റോസ്, ആ ദിനങ്ങളിൽ, ഖരീബ് 50 ആദ്മിയോ കി ജാനെ ബച്ച് ഗയി, ഖരീബ് ഏകദേശം 50 ആദ്മിയോ കി, 50ഓളം ആളുകളുടെ, ജാനെ ബച്ച് ഗയി, ജീവൻ അങ്ങോട്ട് രക്ഷപ്പെട്ടു. അപ്പൊ അവരും മരണത്തിൽ നിന്നും മോചിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ദേഷ്യത്തിന് പാത്രമാകുമായിരുന്നു. ഹം ഗലി വാലോനെ തോ കിസി തര അപ്നെ പ്രാൺ ബച്ചാ ലിയേ, അങ്ങനെ ഞങ്ങൾ ഈ ഗലിവാലോനെ, ഞങ്ങൾ ഈ തെരുവുകാര്, ഈ പ്രദേശക്കാര്, കിസി തര ഏതൊക്കെയോ വിധേന അപ്നെ പ്രാൺ ബച്ചാലിയെ, ഞങ്ങളുടെ ജീവൻ ബച്ചാലിയെ രക്ഷപ്പെടുത്തി. മഗർ मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूं, എന്നാൽ ഞാന് ഉൻ ഹസാരവും, ആ ആയിരക്കണക്കിന്, അഭാഗെ ദില്ലി വാലോं के बारे में, നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആ ഡൽഹി വാസികളെ കുറിച്ചിട്ട് मैं क्या कहूं, ഞാൻ എന്ത് പറയും. जो हवालात और कैदखाने में बंद कर दिए गए थे, ആരാണോ ഹവാലാത്ത്, തടവറകളിലും, कैदखानेमें ജയിലുകളിലൊക്കെ, ബന്ദ് കർ ദിയേ ഗയേ ഥേ, അടച്ചിരുന്നു, ബന്ദികളാക്കിയിരുന്ന്, അവരെ കുറിച്ചിട്ട് ഞാൻ എന്ത് പറയും. തടവറകളിലും ജയിലറകളിലൊക്കെ അടച്ചിട്ടുള്ള ആ ഡൽഹി വാസികളെ കുറിച്ചിട്ട് ഞാൻ എന്ത് പറയാം. അപ്പൊ ഈ തടവറയും ഖൈദ്ഖാനയും വ്യത്യാസമുണ്ട്, നിങ്ങൾ SSL പഠിച്ചിട്ടുണ്ടാവും അല്ലെ. തടവറ എന്ന് പറയുന്നത് മൃഗീയമായിട്ട് അല്ലെങ്കിൽ ക്രൂരമായിട്ട് ശിക്ഷകൾ നൽകിയെന്നാണ് ഈ തടവറ. അവിടെ നിയമമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സ്വച്ഛാധിപതിയായ ഹിറ്റ്ലറുടെയൊക്കെ പ്രവർത്തന രീതിയിലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ നിയമം. പക്ഷെ ജയിലില് നിയമത്തിന് വിധേയമായിക്കൊണ്ടായിരുന്നു അവിടെ ആളുകളെ ബന്ദിയാക്കിയിരുന്നത്. അപ്പൊ തടവറകളില് ക്രൂരമായിട്ടുള്ള, മൃഗീയമായിട്ടുള്ള ശിക്ഷകൾക്ക് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അപ്പൊ അതാണ്, തടവറകളിലും ജയിലുകളിലും അവരെല്ലാം ബന്ദികളായിരുന്നു. ആയിരക്കണക്കിന് ബന്ദികളെ കുറിച്ചിട്ട് ഞാൻ എന്തു പറയാൻ. ജയിൽ ഷഹർ സെ ബാഹർ ഥി, ജയിലാണെങ്കിൽ പട്ടണത്തിൽ നിന്നും പുറത്തായിരുന്നു. ഓർ ഹവാലാത്ത്, തടവറയോ ദില്ലിക്ക് ഭീതർ, ഡൽഹിയുടെ ഉള്ളിലും. ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും, ബേശുമാർ, അസംഖ്യം, എണ്ണാൻ കഴിയാത്തത്ര, ബേഗുനാഹ്, നിരപരാധികളായിട്ടുള്ള അവരെ ഠൂസ് ഠൂസ് കർ ഭർ ദിയാ ഗയാ ഥാ, തിക്കി അങ്ങോട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. ടൂസ് ടൂസ് കർ എന്ന് പറഞ്ഞാൽ തിക്കി നിറക്കുക. ഭർ ദിയാ ഗയാ ഥാ, തിക്കി നിറച്ചിട്ടുണ്ടായിരുന്നു. ഇസ് കദർ ഭർ ദിയാ ഗയാ കി, ഇസ് കദർ
ഈ അളവിൽ, ഖദർ എന്ന് പറഞ്ഞ അളവ്, ഈ അളവില് ഭർ ദിയാ ഗയാ की നിറച്ചിരുന്നു. लगता था തോന്നിപ്പോവും ആദ്മി के भीतर आदमी समाया जा रहा हो, മനുഷ്യന്റെ ഉള്ളിൽ അങ്ങോട്ട് മനുഷ്യനെ നിറച്ച പോലെ. അപ്പൊ അത്രയും അട്ടിക്കട്ടിക്കിട്ട പോലെ ആയിരുന്നു തോന്നിയിരുന്നത്. കാരണം അത്ര കുറച്ച് സ്പേസിൽ ഒരുപാട് ആളുകളെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു ആ തടവറകളിലൊക്കെ. സാസ് ലേനെ മേ ബി ദിക്കത്ത് ഹോ രഹി थी, ശ്വാസം എടുക്കാൻ പോലും ദിക്കത്ത് ഹോ രഹി थी, പ്രയാസം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഇൻ ദോനോ ഹി ഖൈദ് ഖാനോ കെ ബന്ദിയോ കോ, ഈ രണ്ട് ഖൈദ് ഖാനോ കെ ബന്ദിയോ കോ, ഈ ജയിലുകളിലെയും ബന്ദിയോ കോ, ബന്ദികളെ, അതില് ബന്ധിക്കപ്പെട്ടവരെ, ബാദ് മേ ഫാസി ദേ ദി ഗയി, അവസാനം ശേഷം ഫാസി ദേ ദി ഗയി, തൂക്കിലേറ്റുകയാണ് ചെയ്തത്. നഹി മാലൂം, അറിയില്ല, കിത്നെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയെ, എത്രമാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് മാരേ ഗയെ, മാർ ഡാലേ ഗയെ, കൊന്നൊടുക്കിയത് എന്ന് ആർക്കും അറിയില്ല. അത്രമാത്രം ആളുകളെ ഇംഗ്ലീഷുകാർ, നിരപരാധികളായിട്ടുള്ള ആളുകളെ മുഴുവനും കൊന്നൊടുക്കി. അപ്പോൾ ഈ പാഠത്തിന്റെ ഫസ്റ്റ് ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം കാണുന്നതാണ്.